ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനക്കും മക്കൾക്കും ഇവിടെ സുഖമാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാവിലെ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാൻ എന്താ അങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ വല്യമ്മ കുറച്ച് തലേന്ന് മോന്തിക്ക് കുറച്ച് മത്തൻ ചപ്പും കാക്കാച്ചപ്പും ഒക്കെ കൊണ്ടു തന്നു കേട്ടോ. പാവ അത് ഈ പറയും പോലെ എന്തെങ്കിലും കാന്താരിയോ മത്തൻ ചപ്പോ കുമ്പളച്ചപ്പോ ചീരച്ചപ്പോ എന്തെങ്കിലും ചേമ്പും തണ്ട് ചേനത്തണ്ട് അങ്ങനെ എന്ത് കിട്ടിയാലും ഒരിച്ചിരി എനക്ക് നല്ല കേട്ടോ, എല്ലാവർക്കും അത് എത്തിക്കും. എന്തായാലും പടച്ച റബ്ബ് എൻ്റെ വാപ്പാൻ്റെ ഉമ്മയാണ് കേട്ടോ വല്യമ്മ, ആഫിയത്തോട് കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ വല്യപ്പാക്കും വല്യമ്മക്കും എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് കാക്കാച്ചപ്പെല്ലാം പൊറുക്കിയെടുക്കുകയാണ് കേട്ടോ. അത് ചെറിയൊരു കയ്പ്പ് ഉണ്ടാകുന്ന സാധനമാണല്ലോ. മത്തൻ ചപ്പ് പറഞ്ഞാൽ നമുക്ക് താളിക്കാനും ആവും, ഉപ്പേരി വെക്കാനും. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കഞ്ഞിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് താളിച്ചിട്ട് കൊടുത്തേക്കാൻ പറ്റൂലല്ലോ, അത് വലിഞ്ഞ പോലെ ആകൂലേ. അപ്പോൾ ഞാൻ എന്താക്കിയാൽ അതിന് കാക്കാച്ചപ്പെല്ലാം എടുത്ത് പൊറുക്കി മാറ്റി വെച്ചിട്ട് അതൊരു ഉച്ച നേരത്തോ അത് ഇതേപോലെ പിറ്റേത്തെ ദിവസം ഉച്ചക്ക് എന്തെങ്കിലും ഭയങ്കര ഒരു പാടാണില്ലേ. നേരം പോലത്തെ മക്കൾക്ക് എന്താ സ്കൂൾക്ക് കൊടുത്തയക്കുക ചോറ്റിനെന്ന് പറഞ്ഞിട്ട് ഇവിടെ മക്കൾക്ക് കറി ഒഴിച്ച് കൊടുത്തയക്കണ വലിയൊരു തൃപ്തി ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ പാടെ കൂട്ടിയെടുത്തിട്ട് നല്ലോണം അരിഞ്ഞെടുക്കുകയാണ്. പിന്നെ മത്തൻ ചപ്പ് ഇങ്ങനെയും താളിക്കൂട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ ഉപ്പേരിയാണ് വെക്കുന്നത്. കഞ്ഞിൻ്റെ വെള്ളത്തേക്ക് അപ്പാടും കഞ്ഞിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് അതിക്ക് മത്തൻ ചപ്പ് ഇടുക. എന്നിട്ട് അതിക്ക് 2 കാന്താരിമുളക് ചതക്കിയിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണ ഒഴിക്കട്ടോ. നല്ല രസമാണ് അങ്ങനെ കൂട്ടാൻ. ഇതിപ്പോൾ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇത് ഉപ്പേരി വെക്കണം കേട്ടോ. അങ്ങനെ നല്ല വറുത്തെടുത്ത് പിന്നെ മുറിച്ച് അരിഞ്ഞെടുത്തിട്ട് നല്ല കഴുകിയിട്ട് ഒരു ഓട്ടപാത്രത്തിൽ കൂറ്റാൻ വേണ്ടി വെച്ചിട്ട് ഉപ്പേരി വെക്കണമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഉള്ളി തൂമിച്ച് ചോക്കുമ്പോൾ ഇടുക, അതൊക്കെ ഇപ്പോൾ ആരോട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അതിലേക്ക് ലേശം ഉപ്പും പച്ചമുളകൊക്കെ ഇട്ട് ഇതൊക്കെ തേങ്ങയും പച്ചമുളകും ചതക്കി ഇടുകയാണെങ്കിൽ അങ്ങനെ രസമാണ് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം. ചതക്കിയിട്ടിട്ട് ഇങ്ങനെ ഇതാണോന്നില്ല, തേങ്ങ ഇങ്ങനെ കടിക്കണതൊക്കെയാണല്ലോ, നല്ല രസമാണ്. ഇതിപ്പോൾ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉപ്പേരി ചപ്പൊക്കെ ഉപ്പേരി ഉണ്ടെന്നുണ്ടെങ്കിൽ കറിൻ്റെ ആവശ്യമേ ഇല്ല, വെറും ഉപ്പേരി കൂട്ടിയിട്ടാണ് ചോറ് തിന്നൽ കേട്ടോ. അപ്പോൾ പിന്നെ അതെല്ലാം ആയി പിന്നെ ഇതാ കുട്ടികൾക്ക് പാത്രത്തിലാക്കുകയാണ്. എത്ര ഒരു വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മതി പറഞ്ഞാൽ നമുക്ക് സഹിക്കൂലല്ലേ. നമ്മൾ പിന്നെയും അതൊക്കെ കോരിടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് ഈ ഒരു ഇത് കുട്ടികൾ ചോറിലൊക്കെ? എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്, ഞാനെന്നല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കൈ തട്ടുണ്ട് കുറച്ച് മതിയെന്ന്. പിന്നെ ഞാൻ മാക്സിമം സ്കൂളിലേക്ക് ഉപ്പേരി എന്താ ആക്കണത്, കാബേജ് ആയാലും ബീട്രൂട്ട് ആയാലും ചപ്പായാലും കൊടുത്തയക്കാൻ ശ്രമിക്കൂട്ടോ. സ്കൂളിൽ നിന്നാകുമ്പോൾ കുട്ടികളെ കൂട്ടത്തിൽ ഇരുന്നിട്ട് മക്കൾ തിന്നുമല്ലോ, ചപ്പൊക്കെ തിന്നണതും നല്ലത് തന്നെയല്ലേ. അപ്പോൾ പെരേന്നാകുമ്പോൾ തിന്നൂല, അങ്ങനെ വലിങ്ങനെ തിന്നിട്ട് ഓളിങ്ങനെ കൈ പിടിച്ചൊക്കെ എനിക്ക് കുറച്ച് മതി പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ എന്താക്കുന്നുണ്ട് കുറച്ചും കൂടി തോന്നുന്നു. ഓള് മാറിയതിൻ്റെ ശേഷം ലേശം കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ. പെരക്കുന്ന് തിന്നൂല. മൂത്തോള് പിന്നെ ചപ്പ് കുറവ് ഉണ്ടായാൽ മതി, ചെറുത് തിന്നുവേ ഇല്ല. അങ്ങനെ ഇന്നത്തെ നാഷ്ട എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുമ്പും തലേന്ന് രാത്രിക്കത്തെ ബീഫ് കറിയും ഉണ്ടായിട്ടോ. ഇതിൻ്റെ കടമ്പിൻ്റെ റെസിപ്പി ആക്കി ഞാൻ നല്ല ഷോർട്ട് ഇട്ടിരുന്നു, ബാക്കി വന്നത് ഇത്രയേ ആക്കിയിട്ടുള്ളൂ. എന്നിട്ടും പിന്നെ അത് ബാക്കിയാണ്. പിന്നെ എന്താക്കിയാൽ കുറച്ച് ബീഫിൻ്റെ കറിയും ഉണ്ട്. അപ്പോൾ ഓള് പറഞ്ഞാൽ അതിന് കുറച്ച് ചാറ് മതി, കഷ്ണമൊന്നും വേണ്ട, ചാറ് മതി പറഞ്ഞിട്ട് ഞാൻ എന്താക്കാറ് അതിൻ്റെ ലേശം സൈഡിലേക്ക് ചാറ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നതോടുകൂടി ലൈക്ക്